ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോം ഹെർ ലൈഫ്. ഇന്ന് ഞങ്ങളിവിടെ കാണിക്കുന്നത് ഞങ്ങളുടെ ഹലോവിൻ ഡേയിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ്. ആദ്യം തന്നെ ഞാൻ ബേബിയെ കൊണ്ട് എൻ്റെ മൂത്ത മോനെ കിൻഡർഗാർട്ടനിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുന്ന യാത്രയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം അവളെ കൊണ്ട് ഞാൻ കുഞ്ഞിനെ പിക്ക് ചെയ്യാൻ പോയതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഫാൾ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ബ്യൂട്ടിഫുള്ളാണ് കണ്ടില്ലേ, ഇലകളൊക്കെ മഞ്ഞിച്ച് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്നു. ഇന്ന് ഹലോവിൻ ആയതുകൊണ്ട് അവൾ ഫുൾ ഡേ ഹലോവിൻ കോസ്റ്റ്യൂമാണ് ധരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. എയർ ഫ്രയർ വെച്ചിട്ടാണ് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് പൊട്ടറ്റോയും പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ബോളും. അപ്പോൾ അവർക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും. ഞാനങ്ങനെ എയർ ഫ്രയറിൽ ഇത് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് ഇത് കീപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. എല്ലാം ടൈമും ടെമ്പറേച്ചറും ഒക്കെ സെറ്റ് ചെയ്ത് ഞാനിങ്ങനെ വെക്കുകയാണ്. അതൊരു 20 മിനിറ്റ്സിനുള്ളിൽ കുക്കാവും. വാവോ, കുക്ക് ചെയ്ത് നമുക്ക് കിട്ടിയത് നോക്കൂ ഗൈസ്. നമുക്ക് പൊട്ടറ്റോ ചിപ്സും ഉണ്ട്, വെജിറ്റബിൾസ് ബോൾസും ഉണ്ട്. അവർക്ക് കഴിക്കാൻ എളുപ്പം. കണ്ടോ, എമ്മി എമ്മി മൈ ബേബി ഗേൾ കഴിക്കുന്ന കണ്ടോ. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഫുഡാക്കി കൊടുക്കുന്നത്. അവൾ തന്നെ കഴിച്ചോളൂ. അവൾക്ക് 1 വയസ്സാണുള്ളത്. പിന്നെ മോനിപ്പം 6 വയസ്സാവുന്നു. അങ്ങനെ ഞങ്ങൾ ഹലോവിന് വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങുന്ന കണ്ടോ. ഒന്ന് ഡ്രാഗന്, ഒന്ന് ടൈഗർ, ഒന്നൊരു വീക്കഡ് വിച്ച്. അതാ ഞങ്ങൾ കാറിൽ പോകാമെന്ന് പ്ലാൻ ചെയ്ത് കാറൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കാറ് ഡ്രൈവ് ചെയ്ത് എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ നിന്ന് ഞങ്ങൾ അവരെ പിക്ക് ചെയ്തിട്ട് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വന്നു. എന്നിട്ട് ഇതാ കണ്ടോ, ആടത്തിൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലെ ഡെക്കറേഷനാണിത്. ഹലോവിൻ്റെ ഡെക്കറേഷനാണ്. നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ ഇത്രയും ഡെക്കറേഷനൊന്നും ഇല്ല കേട്ടോ. കൊണ്ടോ, പക്ഷേ എൻ്റെ മോൻ പേടിച്ചില്ല. അവൻ പേടിക്കുന്നില്ല. എന്ത് പറ്റി ഗൈസ് അവന്. പക്ഷേ അവൻ്റെ കൂട്ടുകാരൻ്റെ പേര് ജസ്റ്റിൻ എന്നാണ്. അവന് ഭയങ്കര പേടിയായിരുന്നു. അവൻ അതിൻ്റെ അകത്തുനിന്ന് ചോക്ലേറ്റ് എടുത്തില്ല. പിന്നെ മോൾ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൾക്ക് പേടിയൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അവൾ ജസ്റ്റ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു മൊമെൻ്റ് ഇങ്ങനെ, ഇതെന്താണ് കാണിക്കുന്നത്, ഇതെന്ത് ടോയാണ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലുള്ള നിൽപ്പാണത്. അങ്ങനെ അവളെ നോക്കി ഞങ്ങളൊരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു ലെപ്പേർഡായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ക്യാപ്പൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ തണുപ്പുണ്ട് കേട്ടോ. അവരടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. അത് ജസ്റ്റിൻ്റെ മമ്മിയാണ് കൂടെ പോകുന്നത്. പിള്ളേർ ഒറ്റയ്ക്ക് നമ്മൾ വിടാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു. പിന്നെ അതാ കണ്ടോ ഗൈസ്, ഞങ്ങൾ ഒരിടത്ത് ട്രിക്ക് ഓർ ട്രീറ്റ്സിന് വേണ്ടി വന്നതാണ്. അപ്പം നമ്മളുടെ ഫുൾ വ്യൂ ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു വില്ലേജാണ്. ഈ വില്ലേജിൽ കൂടിപ്പോയ ഒരു 150 വീട് കാണും. അതുകൊണ്ട് ഈ വീട്ടിലെ നെയ്ബർഹുഡിലുള്ള എല്ലാവർക്കും ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഇന്ത്യക്കാരായിട്ട്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഞങ്ങളെ അറിയാം. കാരണം ഞങ്ങളാണല്ലോ ബ്രൗൺ സ്കിന്നഡായിട്ടുള്ള ആൾക്കാർ. പക്ഷെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. നമുക്കങ്ങനെ ഒരു വേർതിരിവൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. കണ്ടു റോഡിൽ വെച്ച് മോനെ കണ്ടോ, നമ്മളെന്താണ് പറയുന്നത്, ഒരു കാലനെ കണ്ടുപിട്ടി ഗൈസ്. ഞങ്ങൾ അവനെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവനങ്ങനെ പേടിയൊന്നുമില്ല. അവൻ ഡ്രാഗനാണ്. ഈ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പേടിപ്പിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ അവൻ ഓടി രക്ഷപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു വീടാണ്. അവിടുത്തെ പുള്ളിക്കാരൻ പിള്ളേരൊക്കെ ഭയങ്കര എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ കിൻഡർഗാർട്ടനിലുള്ള എല്ലാ കുട്ടികളും ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു വില്ലേജിലുള്ള മിക്കവാറുമുള്ള കുട്ടികളൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ പിള്ളേരും കൂടെ കണ്ടോ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ക്രൂവലിലാണ് പോകുന്നത് കണ്ടില്ലേ, വൈറ്റ് ഹെയറും ബ്ലാക്ക് ഹെയറും ഇങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് പോകുന്നു. അവർ ക്യാൻഡി കൊടുക്കും, വിടും. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഹലോവിൻ്റെ വിശേഷങ്ങൾ. ഇനിയുണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ ഓടി നടക്കും, നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട്. ഇത് കണ്ടു നിൽക്കാൻ നമുക്ക് നല്ല രസമാണ് കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഇവിടെ വിൻ്ററിൽ എന്താണ് ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവർക്കൊരു റിലാക്സേഷൻ കിട്ടാറുണ്ട്. കണ്ടോ, മോനൊക്കെ പോയിട്ട് ചോക്ലേറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ചു വരികയാണ്. അങ്ങനെ അവർ കണ്ടോ, മോൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണിത്. അവളെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ അവളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ വ്ളോഗ് എടുത്ത് ഇങ്ങനെ
ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. എൻ്റെ മോളോട് അവളുടെ പപ്പ പറഞ്ഞു വിട്ടായിരുന്നു, നീ ഒരു ലെപ്പേർഡാണ്, അതുകൊണ്ട് നീ ഗിർന്ന് റോർ ചെയ്യണമെന്ന്. പക്ഷെ അവൾ ആദ്യം ഒന്നും റോർ ചെയ്തില്ല. എല്ലാ പരിപാടിയും അവസാനിച്ച് തീരാറായപ്പം പുള്ളിക്കാരി ആ പരിപാടി പഠിച്ചു, റോർ ചെയ്യാൻ പഠിച്ചു. ഇപ്പം ഇങ്ങനെ നമ്മളെ ഇങ്ങനെ എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സംഭവമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടിഫുള്ളായിട്ട് കുട്ടികളൊക്കെ ട്രിക്ക് ഓർ ട്രീറ്റ്സ് ചെയ്ത് ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരിയുടെ ബാഗിൽ ഫുൾ ചോക്ലേറ്റ്, ഇതാ ഈ മോളിരിക്കുന്ന കിൻഡർ വാഗൻ്റെ അടിയിൽ ഫുൾ ചോക്ലേറ്റാണ്. അവളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഗൈസ് ഞങ്ങളൊരു റീൽ ചെയ്തു, കണ്ടില്ലേ? റീൽ ചെയ്യുന്നതിൻ്റെ ഡാൻസാണ്, ഞാൻ തുള്ളിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഗൈസ് നിങ്ങൾ. അങ്ങനെ എൻ്റെ റീൽസ് കാണണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കയറി ഷോർട്സ് കാണാം കേട്ടോ.